ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയത് എഴുതിയ രാമായണ കഥ കുട്ടികൾക്ക് എന്ന പുസ്തകമാണ് ഞാനിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. ഇതുവരെയുള്ള കഥ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി തുടങ്ങാം. മുത്തച്ഛൻ ഊണ് കഴിഞ്ഞ് പൂമുഖത്തെത്തിയപ്പോഴേക്കും കുട്ടികളെത്തി. കഥ തുടർന്നു. ശ്രീരാമ പട്ടാഭിഷേകം തടയാൻ മന്ധര കൈകേയിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. അവളെ വശത്താക്കി. കൈകേയിയുടെ മനസ്സ് അവൾ പിടിച്ചെടുത്തു. രാജ്ഞിയുടെ ഓർമ്മ പഴയകാല സംഭവങ്ങളിലേക്ക് തിരിച്ചു. മന്ധരയുടെ വാക്കുകൾ കൈകേയിക്ക് കരുത്തു പകർന്നു. പണ്ട് ദേവാസുരയുദ്ധം നടക്കുമ്പോൾ രഥത്തിന്റെ ആണി തകർന്നുപോയത് അവൾ ഓർത്തുപോയി. അച്ഛൻ്റെ ദ്വാരത്തിൽ കൈവിരലിട്ട് അന്ന് യുദ്ധം പൂർത്തിയായി ജയിച്ചു. ശരിയാണ്, ഓർക്കുന്നു. അന്നു തന്നെ അത് മന്ധരയോട് പറഞ്ഞതും താനാണ്. ജീവൻ രക്ഷിച്ചതിന് സമ്മാനമായി ദശരഥൻ തന്ന ആ 2 വരങ്ങൾ ഇന്ന് നീ ചോദിച്ചു വാങ്ങണം. ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്നല്ലേ അന്ന് പറഞ്ഞത്? അതിപ്പോ മഹാരാജാവിനോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എങ്ങനെ നേരിടണം? അതല്ലേ ആലോചിക്കുന്നത്. അതിനുള്ള ഒരു വഴിയും പറഞ്ഞു തരാം. മന്ധര വിഷം കലർത്തിയ പോംവഴികൾ ഉപദേശിച്ചു. കോപാലയത്തിൽ കിടന്ന് കാര്യം സാധിക്കും വരെ ദശരഥനോട് പെരുമാറേണ്ട രീതിയും സൂത്രങ്ങളും എല്ലാം. കൂനിയുടെ ഏഷണി ശരിക്കും ഫലിച്ചു. കൈകേയിയുടെ മനസ്സിൽ വിഷം നിറഞ്ഞു. കോപം കൊണ്ട് വിറച്ചു. എല്ലാ കാര്യങ്ങളും ദശരഥനിൽ നിന്ന് താനാണ് മുമ്പ് അറിയാറുള്ളത്. തന്നോടാണ് പറഞ്ഞിരുന്നത്. അതിന് മാറ്റം വന്നിരിക്കുന്നു. മന്ധര പറഞ്ഞത് ശരിയാണ്. ദശരഥൻ അകന്നു പോയിരിക്കുന്നു. അതല്ലേ രാമന്റെ പട്ടാഭിഷേക വാർത്ത തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നോട് ആലോചിക്കാതിരുന്നത്? മന്ധരയ്ക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അവള് മാത്രമേ തൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നുള്ളൂ. പട്ടും വളയും നൽകി അവളെ സന്തോഷിപ്പിച്ചു. ഭരതൻ രാജാവായാൽ 100 ഗ്രാമങ്ങൾ കൂടി സമ്മാനം നൽകാമെന്നും വാക്കുകൊടുത്തു. എങ്ങനെയായാലും രാമന്റെ അഭിഷേകം മുടക്കണം. അത് നടക്കരുത്. മന്ധരയുടെ ഏഷണി കേട്ട് കൈകേയി തീരുമാനിച്ചു. കൈകേയിക്ക് രാമനെ ഇഷ്ടമായിരുന്നു. മന്ധരയുടെ ഏഷണി കാരണമാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ചീത്ത ആളുകളുമായി കൂട്ടുകൂടിയാൽ എത്ര നല്ലവരും ചീത്തയാവും. കൈകേയി ദുഷ്ടയായത് മന്ധരയുടെ ഏഷണി കൊണ്ടല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും നല്ലതേ പറയാവൂ. രാമന്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കണ്ട് ദശരഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൈകേയിയെ അന്വേഷിച്ചു. കാണുന്നില്ല. അഭിഷേക വാർത്ത താൻ തന്നെ പറയുന്നതാവും അവൾക്ക് കൂടുതൽ ഇഷ്ടം. വൈകിയതിൽ അവൾക്കിപ്പോൾ തന്നെ പരിഭവം കാണും. അല്ലെങ്കിൽ എങ്ങനെയും തൻ്റെ മുന്നിലേക്ക് ഓടി എത്തുമായിരുന്നു. പണ്ട് മുതലേ തൻ്റെ മനോരഥം ആദ്യമായി അറിയിക്കുന്നത് അവളോടായിരുന്നു. ദശരഥൻ കൈകേയിയുടെ മന്ദിരത്തിലേക്ക് കടന്നു. തൻ്റെ കാലൊച്ച അവൾക്കറിയാം. സുന്ദരിയായ അവൾ പുഞ്ചിരിയുമായി ഓടിയെത്തുമെന്ന് കരുതി. കൈകേയിയെ കാണുന്നില്ല. അവളെ തിരക്കി കൊട്ടാരം മുഴുവൻ നടന്നു. ദാസിമാരോട് ചോദിച്ചു. മഹാരാജ്ഞി കോപാലയത്തിൽ കടന്നിരിക്കുകയാണ്. കാരണം അതവർക്ക് അറിഞ്ഞുകൂടാ. ദശരഥൻ ഉടനെ കൈകേയിയുടെ അടുത്തെത്തി. രാജ്ഞി നിലത്ത് കിടക്കുകയാണ്. ദശരഥൻ അവളോട് ചേർന്നിരുന്ന് അവളെ തലോടി. എത്ര ശ്രമിച്ചിട്ടും അവൾ ഒന്നും മിണ്ടുന്നില്ല. ആഭരണങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ചിലവ പൊട്ടിയും മറ്റു ചിലവ തകർന്നും അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്നു. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മലിന വസ്ത്രങ്ങൾ ഉടുത്തിരിക്കുന്നു. കൈകേയിയുടെ കിടപ്പ് കണ്ട് ദശരഥൻ നടുങ്ങി. കോപത്തിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവൾക്ക് അഹിതമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കും. പറയൂ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കാം. നിന്നെ വേദനിപ്പിച്ചവൻ എൻ്റെയും ശത്രുവാണ്. ആരായാലും കഠിന ശിക്ഷ നൽകാൻ ഞാൻ മടിക്കില്ല. കൈകേയിക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കിടപ്പാണ്. ദശരഥൻ വീണ്ടും നയത്തിൽ അവളോടോതി. നിനക്കെന്നെ അറിയാം. ഞാൻ നിന്നെ അനുസരിക്കുന്നവനാണല്ലോ. എന്നിട്ടും നീ എന്നെ ദുഃഖിപ്പിക്കുന്നു. ദശരഥന് കൈകേയി തന്നെ മനസ്സിലാക്കാത്തതിലുള്ള ദുഃഖമാണ് സഹിക്കാനാവാത്തത്. അദ്ദേഹം പറഞ്ഞു. നിനക്കിഷ്ടപ്പെട്ട ആരെയെങ്കിലും ധനികനാക്കണോ? നിന്റെ ശത്രുക്കളെ ആരെയെങ്കിലും ദരിദ്രനാക്കണോ? ആരെയെങ്കിലും വധിക്കണോ? പറയൂ, എന്നോട് മനസ്സ് തുറക്കൂ. നിന്റെ ആഗ്രഹം എൻ്റേതു കൂടിയാണ്. ദശരഥ മഹാരാജാവ് ആണയിട്ടത് പറഞ്ഞപ്പോൾ കൈകേയി കണ്ണു തുറന്നു ദശരഥനെ നോക്കി. എന്നിട്ട് പറഞ്ഞു. അങ്ങ് സത്യപ്രതിജ്ഞ പാലിക്കുന്നവനാണെങ്കിൽ, ശപഥം നിറവേറ്റുമെങ്കിൽ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഉടൻ ആ 2 വരങ്ങൾ തരണം. അതിലൊരു വരത്താൽ എൻ്റെ ഓമന മകൻ ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. 2-ാമത്തെ വരപ്രകാരം രാമൻ ഉടൻ വനത്തിലേക്ക് പോകണം. രാമൻ ജടാവൽക്കലങ്ങൾ അണിഞ്ഞ് മുനിവേഷത്തിൽ 14 വർഷം വനത്തിൽ വസിക്കണം.
കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് തലയിൽ ഇടുത്തി വീണതുപോലെ നിലംപതിച്ചു. ഇടയ്ക്ക് കണ്ണു തുറക്കും, എഴുന്നേറ്റിരിക്കും, പിന്നെ കുറെ സംസാരിക്കും. സ്വപ്നം കണ്ട പ്രതീതി, ചിത്തഭ്രമം പിടിവിട്ട അവസ്ഥ. പെൺപുലിയെപ്പോലെ മുന്നിൽ നിൽക്കുന്ന കൈകേയിയെ കാണുമ്പോൾ ഭയം. ദശരഥൻ ആകെ തകർന്നുപോയി. ദശരഥൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകേയിയുടെ കാൽക്കൽ വീണു. ആ മനസ്സൊന്ന് അലിഞ്ഞു കാണാൻ കൊതിച്ചു. പക്ഷേ കൈകേയിയുടെ കോപം അടങ്ങിയിട്ടില്ല, മനസ്സലിഞ്ഞിട്ടില്ല. പെട്ടെന്ന് കൈകേയിയുടെ മനംമാറ്റത്തിനുണ്ടായ കാരണം എന്താണ്? അവൾക്ക് എങ്ങനെ ജീവനൊടുക്കുന്ന വാക്കുകൾ പറയാൻ കഴിഞ്ഞു? ദശരഥന് ഒന്നും മനസ്സിലായില്ല. രാമന്റെ ഗുണങ്ങളെ മാത്രം വർണ്ണിക്കാറുള്ള കൈകേയി ഇപ്പോൾ മറിച്ചു പറയുമ്പോൾ ദശരഥൻ അത് കേൾക്കാനുള്ള ശക്തി ഇല്ലാതെ പോകുന്നു. രാമൻ എന്തു കുറ്റം ചെയ്തു എന്ന് അവൾ പറയുന്നില്ല. ഭരതനെ വാഴിക്കണമെങ്കിൽ വാഴിച്ചോട്ടെ, അതിന് രാമനെ എന്തിനുപദ്രവിക്കണം, എന്തിന് കാട്ടിലയക്കണം? അത് കൈകേയിയുടെ ധിക്കാരമാണ്. പക്ഷെ അത് അവളുടെ മുഖത്തു നോക്കി പറയാൻ കഴിയാതെ പോയി. എന്നിൽ നിന്ന് നേടിയെടുത്ത വരം എനിക്കെതിരായി തന്നെ പ്രയോഗിക്കുന്നു. പക്ഷേ അല്പം കരുണ കാണിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൈകേയി ഇടയ്ക്ക് കയറി പറഞ്ഞു. വാക്കുമാറ്റി പറയുന്നവൻ ഭ്രാന്തനാണ്. രാമൻ മാൻതോലും വൽക്കലവും ഉടുത്ത് വനത്തിലേക്ക് പോകണം. ഇല്ലെങ്കിൽ കൈകേയി പറഞ്ഞു നിർത്തി. പറയൂ, അതുകൂടി പറയൂ, എന്തിനു മടിക്കുന്നു? ദശരഥൻ അട്ടഹസിച്ചു. ഞാൻ ജീവൻ ഒടുക്കും, കെട്ടിത്തൂങ്ങിയോ വിഷം കഴിച്ചോ ആത്മഹത്യ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. കൈകേയി ആണയിട്ടു. ദുഃഖം സഹിക്കാൻ കഴിയാതെ ദശരഥൻ ചേതനയേറ്റു വീണു. രാത്രി അവസാനിക്കാതിരിക്കട്ടെ. പാവം ദശരഥന് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയൂ. നേരം പുലർന്നു. ദശരഥൻ എഴുന്നേറ്റു കാണുന്നില്ല. ഇനി നാളെ പറയാം, ഉറങ്ങിക്കോളൂ. കുട്ടികൾ അകത്തേക്ക് പോയി. മുത്തച്ഛൻ കഥ ആരംഭിച്ചു. കുട്ടികളെ, വസിഷ്ഠന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമന്റെ അഭിഷേകത്തിനു വേണ്ടിയുള്ളതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ദശരഥൻ എവിടെ? രാജാവിനെ തിരക്കി മന്ത്രി സുമന്ത്രർ എത്തി. അദ്ദേഹം ദുഃഖിതനാണ്. ഇനിയും എഴുന്നേറ്റിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സുമന്ത്രൻ കൈകേയിയുടെ കാരണം അന്വേഷിച്ചു. മഹാരാജാവ് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. സദാ രാമനെ ധ്യാനിച്ച് ഉണർന്നിരിക്കുന്നതിനാലാവാം അസ്വസ്ഥനായി കാണപ്പെടുന്നത്. ഉടൻ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. കൈകേയിയുടെ ലാഘവത്തോടെയുള്ള സംസാരം സുമന്ത്രനെ അത്ര പിടിച്ചില്ല. ദശരഥന്റെ അനുവാദം വാങ്ങി മന്ത്രി രാമമന്ദിരത്തിലേക്ക് പോയി. രാമനെ വിവരങ്ങൾ അറിയിച്ചു. ദശരഥന്റെ ആഗ്രഹമനുസരിച്ച് സുമന്ത്രരുടെ കൂടെ തന്നെ രാമൻ കൊട്ടാരത്തിലേക്ക് പോന്നു. വസിഷ്ഠാദികളെ വന്ദിച്ച് അച്ഛൻ്റെ അരികിലെത്തി. പാദങ്ങൾ തൊട്ടു വണങ്ങി. ദശരഥൻ രാമനെ പുണരാൻ കൊതിച്ച് 2 കൈയും നീട്ടി വിളിച്ചു. ഹാ രാമ! വിളി പൊങ്ങുന്നില്ല. തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിലംപതിച്ചു. രാമൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ മടിയിൽ കിടത്തി. വസിഷ്ഠനും അടുത്തിരുന്നു. അച്ഛൻ്റെ ദുഃഖകാരണം ആരാഞ്ഞു. മറുപടി പറഞ്ഞത് കൈകേയിയാണ്. അവരിൽ നിന്ന് രാമൻ എല്ലാം മനസ്സിലാക്കി. ധർമ്മസങ്കടത്തിൽപ്പെട്ട് വേദനിക്കുന്ന അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് രാമൻ അറിഞ്ഞുകൂടാ. രാജാവിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിതത്തിനുതകുന്ന കാര്യം ചെയ്യാൻ ചെറിയമ്മ ഉപദേശിക്കുന്നു. സത്യൻ പാലിക്കുന്നവനായ രാമൻ ദശരഥനെയും സത്യവാദിയാക്കണമെന്ന് ചെറിയമ്മ ആവശ്യപ്പെടുന്നു. എല്ലാറ്റിനും കാരണക്കാരൻ രാമൻ തന്നെയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. വരങ്ങൾ ഉണ്ടാക്കിയ വിന ശ്രീരാമനോട് മുഖത്തു നോക്കി പറയാൻ കഴിയാത്തതാണ് ദശരഥന്റെ ദുഃഖകാരണം. രാമൻ തളരാതിരിക്കാൻ ശക്തി സംഭരിച്ചു. മനസ്സ് ഇളകി മറിയുന്നു. പിതാവിന് വേണ്ടി ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറാണ്. സീതയെ, അമ്മയെ, രാജ്യത്തെ ഒക്കെ ത്യജിക്കാം. അതിനാരും ആജ്ഞാപിക്കണമെന്നില്ല. പിതൃകാര്യം കാണുന്നവനാണ് ഉത്തമപുത്രൻ. പറയൂ അച്ഛ. അച്ഛൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. രാമന് ഒറ്റ വാക്കേയുള്ളൂ. ചെയ്യാതിരിക്കുകയോ മാറ്റിപ്പറയുകയോ ചെയ്യുന്നത് രാമന്റെ രീതിയല്ല. അച്ഛൻ്റെ ആജ്ഞ എന്തു തന്നെയായാലും അനുസരിക്കാമെന്ന് രാമൻ സത്യം ചെയ്തു. പ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയിക്ക് സമാധാനമായി. രാമന്റെ അഭിഷേകത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും മുമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപയോഗിച്ച് ഉടനെ ഭരതനെ അഭിഷേകം ചെയ്യണം. അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച് ശ്രീരാമൻ 14 വർഷം കാട്ടിൽ പോകാൻ ഒട്ടും വൈകരുത്. മുനിവേഷം ധരിച്ച് മുനിമാരെ പോലെ ഈ 2 കാര്യങ്ങളെ ഇനി അച്ഛന് വേണ്ടി ചെയ്യാനുള്ളൂ. വനത്തിലേക്ക് പോകാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ പറയുന്നില്ല. അതിനു കാരണമാണ് അറിഞ്ഞുകൂടാത്തത്. അച്ഛൻ അത് നേരിട്ട് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്തതിലാണ് രാമന് ദുഃഖം. രാമന്റെ വാക്കുകൾ കേട്ടപ്പോൾ തളർന്നു കിടന്ന ദശരഥൻ ശക്തി സംഭരിച്ചു പറഞ്ഞു. മകനെ, നിന്റെ അച്ഛൻ ഭ്രാന്തനാണ്, പെൺകോന്തനാണ്, അധർമ്മിയാണ്. എന്നെ വധിക്കൂ. അയോധ്യ രാജ്യം കൈയടക്കൂ. അത് പാപമല്ല, അയോധ്യ രാജാവിൻ്റെ കടമയാണ്. ദശരഥൻ പൊട്ടിക്കരഞ്ഞു. അയോധ്യാധിപൻ ദുർബലനാകരുത്, കരയരുത്. കഷ്ടം. ഇതിൽ കരയാൻ എന്തുണ്ട്, ദുഃഖിക്കാൻ എന്തുണ്ട്? രാമൻ അച്ഛൻ്റെ കണ്ണുനീർ തുടച്ചു. എല്ലാം ദേവഹിതമാണ്. ഭരതൻ നാടുവാഴട്ടെ. പ്രതിജ്ഞ നിറവേറ്റി ഞാൻ ഉടനെ മടങ്ങി വരില്ലേ? കൈകേയി അമ്മയുടെ മോഹം നടത്തി കൊടുക്കേണ്ടതും നമ്മളല്ലേ?
രാമൻ സംസാരിച്ച് അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അമ്മയെ ആശ്വസിപ്പിക്കണം. ഉടൻ കൗസല്യയുടെ അടുത്തെത്തി. അമ്മ ഈശ്വരസേവയിൽ മുഴുകിയിരിക്കുകയാണ്. മകന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. മനസ്സു നിറയെ മഹാവിഷ്ണുവാണ്, രക്ഷകനായ മഹാവിഷ്ണു. അപ്പോൾ പ്രത്യേക സ്ഥാനം രാമന് നൽകേണ്ടതില്ലല്ലോ. കുറച്ചുനേരം അമ്മയോട് ചേർന്ന് നിന്നു. ശ്രീരാമന് അറിയാം അമ്മ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും മനസ്സിൽ മുഴുവൻ മകനാവുമെന്ന്. രാമനെ കണ്ടപ്പോൾ സുമിത്ര ഓടിയെത്തി കൗസല്യാദേവിയെ അറിയിച്ചു, രാമൻ വന്നിരിക്കുന്നു. രാമനാമം കേട്ടപ്പോൾ കൗസല്യ കണ്ണു തുറന്ന് രാമനെ വാരിപ്പുണർന്നു. അമ്മയുടെ സ്നേഹം. മകൻ വളർന്നു വലുതായെങ്കിലും അമ്മയ്ക്ക് അവൻ എന്നും കുഞ്ഞു തന്നെയാണ്. മകന്റെ ശരീരം എത്ര തലോടിയിട്ടും ആ അമ്മയ്ക്ക് മതി വരുന്നില്ല. നടന്ന കഥയെല്ലാം രാമൻ അമ്മയോട് പറഞ്ഞു. രാമൻ ന്യായങ്ങളും യുക്തിയും ഈശ്വരഹിതവും എല്ലാം പറഞ്ഞെങ്കിലും വേർപാട് സഹിക്കാൻ കൗസല്യയ്ക്ക് കഴിയുന്നില്ല. ജീവിതം മുഴുവൻ ഈശ്വരനിൽ അർപ്പിച്ചിട്ടും രാമനില്ലാത്ത ജീവിതം ഓർക്കാൻ പറ്റുന്നില്ല. രാജാവിന് ഭരതനോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ രാജ്യം അവന് കൊടുത്തോട്ടെ. കൗസല്യയ്ക്ക് പരാതിയില്ല. രാമനെ വനവാസത്തിന് എന്തിനയക്കണം? കൈകേയിയോടോ രാജാവിനോടോ ഒരു കുറ്റവും ചെയ്യാത്ത അവനെ ഇങ്ങനെ ശിക്ഷിക്കണോ? അമ്മയുടെ മൗനം വാചാലമാകുന്നു. അച്ഛൻ്റെ ആജ്ഞ വനത്തിൽ പോകാനാണ്. അമ്മ അത് തടയുന്നു. മകന്റെ കർത്തവ്യം നിറവേറ്റണം. രാമൻ വിവശനായി. ആദ്യം അമ്മയാണ്, രണ്ടാമത് അച്ഛൻ, പിന്നെ ആചാര്യൻ. വിധി അനുസരിച്ച് അച്ഛന് 2ാം സ്ഥാനമാണ്. നീ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ ധിക്കരിച്ച് നീ പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കൗസല്യ പൊട്ടിക്കരഞ്ഞു. ഇനി കഥ നാളെ പറയാം. നമുക്ക് ഉറങ്ങാം.